SFI. ഔദ്യോഗിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷമാണ് പുറത്തേക്കിറങ്ങിയത്. അപ്പോഴാണ് SFI പ്രവർത്തകർ വാഹനത്തിന് ഇരുപുറവുമായി ചാടി വീണത്. ആദ്യം മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ അതിനിടയിലൂടെ വീശി ഔദ്യോഗിക വാഹനത്തിൽ കയറി പുറപ്പെട്ടപ്പോഴാണ് തൊട്ടടുത്ത ഭാഗത്തു നിന്ന് SFI ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വാഹനം തടഞ്ഞത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് വൈസ് ചാൻസലർക്ക് എതിരെ ഉണ്ടായത്. വൈസ് ചാൻസലർ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ പ്രവർത്തകർ ഉന്നയിച്ചത്. സംഘ വൈസ് ചാൻസലർ രാജിവെക്കുക എന്ന മുദ്രാവാക്യം നേരത്തെ തന്നെ 12:30 എന്ന അത്തരം മുദ്രാവാക്യവും ഉയർത്തി SFI പ്രവർത്തകർ നിലവിൽ സർവകലാശാല ആസ്ഥാനത്തും കവാടത്തേക്ക് തള്ളിക്കയറാനുള്ള നീക്കവും ഒക്കെ നടത്തിയിരുന്നു. അതിനുശേഷം മറ്റൊരു ഭാഗത്തിലൂടെ സർവകലാശാലയ്ക്ക് അകത്ത് കയറാനുള്ള ശ്രമം നടത്തി. പക്ഷേ വലിയ പോലീസ് സന്നാഹം അത് തടയുകയായിരുന്നു. അതിനുശേഷമാണ് വൈസ് ചാൻസലർ പുറത്തേക്കിറങ്ങുന്നതും കാത്തിരുന്ന SFI പ്രവർത്തകർ ഒടുങ്ങിനെ വൈസ് ചാൻസലർ പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ തന്നെ വൈസ് ചാൻസലർ രാജിവെക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വാഹനം പൂർണ്ണമായും തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും വലിയ പോലീസ് സന്നാഹം ഉണ്ടായിട്ടും മിനിറ്റുകൾ ഏകദേശം 2-3 മിനിറ്റോളം നേരം വൈസ് ചാൻസലറുടെ വാഹനം പൂർണ്ണമായും SFI പ്രവർത്തകർ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. എന്തായാലും തുടർന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളതാണ് SFI വ്യക്തമാക്കുന്നത്. അതിനിടെ പലതരത്തിലുള്ള നീക്കങ്ങളും നിലവിൽ ഇന്നും വൈസ് ചാൻസലർ നടത്തിയിട്ടുണ്ട്. നിലവിൽ നിലവിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഫയലിംഗ് സിസ്റ്റം പൂർണ്ണമായും അദ്ദേഹം റദ്ദ് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രാർക്ക് അനിൽകുമാറിന് ശമ്പളം നൽകരുത് എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശമ്പളം നൽകിയാൽ അത് ഫിനാൻസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് പിടിക്കും എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിനിടയിലാണ് VC അല്പസമയത്തിന് മുമ്പ് ഈ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് പോയത്. സാധാരണഗതിയിൽ മെയിൻ ഗേറ്റ് വഴിയാണ് പോകുന്നതെങ്കിൽ പക്ഷേ ഇത് സർവകലാശാലയുടെ മറ്റൊരു ഭാഗത്തുള്ള ഗേറ്റ് വഴിയാണ് പോലീസ് വൈസ് ചാൻസലർക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകിയത്. എന്തായാലും വലിയ പ്രതിഷേധം VCയെ പൂർണ്ണമായും തടഞ്ഞ് വാഹനം തടയുന്ന നിലയിലേക്കുള്ള പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് തടയുകയായിരുന്നു. വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. 12:30 പ്രതിഷേധം അവസാനിപ്പിച്ച SFI പ്രവർത്തകർ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ തിരിച്ചിറങ്ങുന്നതും കാത്തിരിക്കുകയായിരുന്നു. വൈസ് ചാൻസലർ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മുദ്രാവാക്യവുമായി പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഔദ്യോഗിക വാഹനത്തിന് അടുത്തേക്ക് പാഞ്ഞെടുത്തത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ അത് തടഞ്ഞു. പക്ഷേ അതിന് തൊട്ടപ്പുറത്ത് വാഹനം നീങ്ങുന്നതിനിടയിലാണ് മറ്റു ഉള്ള SFI പ്രവർത്തകർ പൂർണ്ണമായും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ വാഹനം തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചത്. VC മോഹനൻ കുന്നുമ്മൽ രാജിവെക്കണം എന്നുള്ളതാണ് പ്രധാനമായും SFI പ്രവർത്തകർ ആവശ്യപ്പെട്ടത്.
RSS അജണ്ട നടപ്പിലാക്കാനാണ് സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ശ്രമിക്കുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള മുദ്രാവാക്യമാണ് SFI പ്രവർത്തകർ മുഴക്കിയത്. SFI ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തത്. രാവിലെ ഏകദേശം 10:20 കൂടിയാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ വലിയ പ്രതിഷേധം SFI പ്രവർത്തകർ നടത്തിയിരുന്നില്ല. ചില ഫയലുകൾ, വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഫയലുകൾ ഒപ്പുവെക്കേണ്ടതുണ്ട് എന്നുള്ള കാരണമാണെന്ന് SFI പ്രവർത്തകർ പറഞ്ഞിരുന്നത്. അന്ന് വലിയ പ്രതിഷേധമില്ലാതെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇന്ന് രാവിലെയാണ് സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലർ എത്തിയത്. നേരത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ, സർവകലാശാലയിലെ പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി R ബിന്ദു കഴിഞ്ഞ തവണ ചർച്ച നടത്തിയതിനു ശേഷം ഇന്ന് രാവിലെ മോഹനൻ കുന്നുമ്മലുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒരു സമവായത്തിന്റെ സൂചന എവിടെയും വൈസ് ചാൻസലർ നൽകുകയും ചെയ്തിട്ടില്ല. രജിസ്ട്രാർ സസ്പെൻഷൻ നടപടി, നടത്തിയ സസ്പെൻഷൻ നടപടി അത് അംഗീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും വൈസ് ചാൻസലർ കടുത്ത നിലപാട് എടുത്തുകൊണ്ട് മന്ത്രിയോട് വ്യക്തമാക്കിയത്. അതിനർത്ഥം എന്തായാലും സർവകലാശാലയിലെ ഈ പ്രതിസന്ധി ഇപ്പോഴൊന്നും പരിഹാരമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രജിസ്ട്രാറുടെ ഈ ഫയലിംഗ് സംവിധാനങ്ങൾ പൂർണ്ണമായും VC ഇന്ന് തടഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ ഫയലിംഗ് നടപടി രജിസ്ട്രാർക്ക് അതിന്റെ ആക്സസ് നൽകരുത് എന്നുള്ളതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വൈസ് ചാൻസലർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ അടുത്ത ദിവസം രജിസ്ട്രാറുടെ ഈ മാസത്തെ ശമ്പളം വരേണ്ടതാണ്. ആ ശമ്പളവും പൂർണ്ണമായും സസ്പെൻഷൻ നടപടിക്ക് ശേഷമുള്ള ബാക്കി ആനുകൂല്യങ്ങൾ ഒക്കെ നൽകിക്കൊണ്ട് ശമ്പളം പൂർണ്ണമായും പിടിച്ചുവെക്കാനുള്ള നിർദ്ദേശം നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഫിനാൻസ് ഓഫീസറുടെ ശമ്പളത്തിൽ ആ തുക കട്ട് ചെയ്യും എന്നുള്ള കടുത്ത നിർദ്ദേശമാണ്, അത്തരം ഒരു നടപടിയിലേക്ക് കടക്കുമെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ വൈസ് ചാൻസലർ നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഫയലിങ്ങോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫയലുകളോ രജിസ്ട്രാറുടെ കയ്യിലേക്ക് എത്തരുത്, അനിൽകുമാറിന്റെ കയ്യിലേക്ക് എത്തരുത്. താൻ ഇൻചാർജ് ചുമതല നൽകിയ മിനി കാപ്പിന് തന്നെ നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കർശനമായ നിർദ്ദേശമായി, അതിന്റെ ഉത്തരവായി തന്നെ VC ഇറക്കിയിരിക്കുന്നത്. അതിനർത്ഥം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് വൈസ് ചാൻസലർ തയ്യാറല്ല എന്നുള്ളതാണ്. സിൻഡിക്കേറ്റും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. സിൻഡിക്കേറ്റ് ഇക്കാര്യത്തിൽ രജിസ്ട്രാറുടെ ശമ്പളം പൂർണ്ണമായി നൽകും എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ മറ്റൊരു പ്രശ്ന പരിഹാരത്തിനും തയ്യാറല്ല എന്നുള്ളത്